ഇപ്പോ സ്കാൻ ചെയ്തു, യു ഫൗണ്ട് ആൻ അനോമലി, ഒരു പ്രൊസീജിയർ ആവശ്യമുണ്ട്. എങ്ങനെയാണ്, ഇത് തിയേറ്ററിലാണോ, ഇസ് ഇറ്റ് ഡൺ ആസ് എൻ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്, ഹൗ ഡസ് എ പ്രൊസീജിയർ ഗോ അബൌട്ട്? Okay, largely, if you look at procedures, you can divide them into two basic groups. One group is needling procedures. നമ്മളൊരു നീഡിൽ വഴി ചെയ്യുന്ന പ്രൊസീജിയേഴ്സ് ആണ് ഒരു ഗ്രൂപ്പ്. സെക്കൻഡ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു സ്കോപ്പ് യൂട്രസിന്റെ അകത്തേക്ക് ഇടും, ലാപ്രോസ്കോപ്പി പോലെ. താക്കോൽ ദ്വാര ശസ്ത്രക്രിയ എന്ന് പറയും. നമ്മൾ ആ സാധാരണഗതിയിൽ ലാപ്രോസ്കോപ്പി നമ്മൾ അബ്ഡോമന്റെ അകത്ത് ഇട്ടിട്ട് അബ്ഡോമിനൽ ഓർഗൻസ് നോക്കുകയല്ലേ. ഫീറ്റോസ്കോപ്പ് എന്ന് വെച്ചാൽ ലാപ്രോസ്കോപ്പിന്റെ ഒരു മിനിയേച്ചർ ഫോമാണ്. ഇപ്പോൾ ലാപ്രോസ്കോപ്പിന്റെ ഡയമെൻഷനെ കാട്ടി 1/3 ഉണ്ടാവുള്ളൂ. ആൻഡ് ഇറ്റ് വിൽ ഗോ ഇൻസൈഡ് ദ യൂട്രൈൻ ക്യാവിറ്റി. യൂട്രൈൻ ക്യാവിറ്റിയുടെ അകത്ത് പോയി യൂട്രസിന്റെ അകത്ത് ബേബീനെ നമുക്ക് ഒബ്സർവ് ചെയ്യാം. അതാണ് ഫീറ്റോസ്കോപ്പ് എന്ന് പറയുന്നത്. അപ്പൊ അതാണ് സെക്കൻഡ് ഗ്രൂപ്പ് ഓഫ് അബ്ഡോമിനൽ പ്രൊസീജിയേഴ്സ്. ഫീറ്റോസ്കോപ്പ് എപ്പോഴും തിയേറ്ററിലാണ് ചെയ്യുക, ബിക്കോസ് വി നീഡ് ടു ഹാവ് ദ പ്രിപ്പറേഷൻ ഫോർ ദാറ്റ്. ലാപ്രോസ്കോപ്പിയുടെ സെയിം ഇൻസ്ട്രുമെന്റ്സ് വരിക, മീൻസ് ക്യാമറ എല്ലാം സെയിം ആണ്. So we need a theatre for that. Needling procedures are all done in the OP, and most of them are done without any anesthesia. നമ്മൾ വോക്കൽ അനസ്തീഷ്യ എന്ന് പറയും. നമ്മൾ സംസാരിച്ചാണ് ചെയ്യുക. എവിടെ വീട്, എവിടെ സ്ഥലം, അതൊക്കെ സംസാരിക്കുമ്പോൾ അതിന്റെ ഇടയിൽ നീഡ്ലും കേറ്റിങ് ചെയ്യും. അപ്പൊ ലോക്കൽ മാത്രമേ അൾട്രാസൗണ്ട് ഗൈഡ് നമ്മൾ കുറച്ച് ലോക്കല് കൊടുക്കും ഓൺ ദി അബ്ഡം. അപ്പൊ നീഡിൽ പോണ വേദനയൊന്നും അറിയില്ല, പക്ഷെ മദർ വിൽ ബി വെരി ടെൻസ്, ഭയങ്കര അപ്രിഹെൻഷൻ. നമ്മള് ചെറിയ ഇഞ്ചക്ഷൻ പോലെ പേടിയുള്ള ആൾക്കാരോടാണ് നമ്മൾ യൂട്രസിന്റെ അകത്തേക്ക് നീഡിൽ കയറി. ആൻഡ് നീഡിൽ ഇസ് പ്രിറ്റി ബിഗ്. അപ്പൊ ലോങ് നീഡിൽ കാണുമ്പോൾ തന്നെ അവർക്ക് പേടിയാവും. പക്ഷെ വി ടോക്ക് ടു ദം. അപ്പൊ മോസ്റ്റ് ഓഫ് ദ ടൈം വി ടോക്ക് അബൌട്ട് വെരി സില്ലി തിങ്സ്. അങ്ങനത്തെ സംസാരിച്ച് അവരുടെ അറ്റൻഷൻ ഡൈവേർട്ട് ചെയ്തു. ആൻഡ് ദെൻ വി പുട്ട് ഇറ്റ് ഇൻ. ആൻഡ് ദ ബെസ്റ്റ് പാർട്ട് ഇസ് ആഫ്റ്റർ ദ പ്രൊസീജിയർ they walk and go home. No admission, nothing. It's like a daycare thing.